ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാരും വിചാരിക്കരുത് ഇപ്പം ഞാൻ എടുത്തതാണെന്ന്. ഇത് നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആവുന്നതിന് മുന്നേ, കൊറോണ വൈറസ് ഒക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളിത് കുവൈറ്റിലെ ഒമരിയ എന്ന സ്ഥലത്ത് കുവൈറ്റ് സൂ ഉണ്ട്, അവിടെ ഞങ്ങൾ പോയായിരുന്നു. അപ്പം അവിടെ വെച്ചെടുത്ത കുറച്ച് വിഷ്വൽസ് ആണ്. അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടില്ലേ, ഇഷ്ടംപോലെ വണ്ടികളാണ് അവിടെ കിടക്കുന്നത്. നല്ല തിരക്കാണ്. അവിടെ എങ്ങും പാർക്കിംഗ് സ്ഥലത്തെങ്ങും ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലുള്ളൊരു സ്ഥലത്തോട്ട് ഞങ്ങൾ കയറ്റി പാർക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, അവിടെയൊക്കെ കുറേ മരങ്ങളും ഒക്കെ ഉണ്ട്. പിള്ളേർക്കും വളരെ ഹാപ്പിയാണ്. അവർ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്നത് അവർക്കും വലിയ സന്തോഷമല്ലേ. കണ്ണൻ്റെ കയ്യിൽ ഒരു കവർ നിറച്ച് വെള്ളവും ചിപ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഗൗരി അപ്പൂസും ഉണ്ട്. അവരെല്ലാവരും കൂടെ മുന്നോട്ട് പോവുകയാണ്. നല്ല രസമില്ലേ അവിടെ ആ ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട്. ആനകളും ഒക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർക്കിംഗ് സ്ഥലം. പക്ഷെ അവിടെ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല. എല്ലാം നേരത്തെ വന്ന് സ്ഥലം പിടിച്ച് കിടക്കുന്നവരാണ്. അപ്പം നമ്മൾ ഈ വണ്ടിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് പോവാണ്. അപ്പു എന്തൊക്കെയോ പറയുന്നുണ്ട് കൈയൊക്കെ ചൂണ്ടിയിട്ട്. കണ്ടില്ലേ, ഭയങ്കര കുറുമ്പനാണ്, ഓടുവാണ്. കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കണ്ടില്ലേ, കുവൈറ്റ് സൂ, ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കുവൈറ്റ് സൂവിൻ്റെ എൻട്രൻസ് ഇതാണ്. അതിൻ്റെ ഫ്രണ്ടിലും കുറേ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടുന്ന് കണ്ടില്ലേ, ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ടല്ലേ ആൾക്കാർ. അവിടെ കൗണ്ടറാണ്. നമ്മളവിടെ നിന്ന് പാസ് എടുക്കണം, എന്നെങ്കിലേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. ഗൗരി എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അപ്പു കണ്ടില്ലേ, അതിൻ്റെ മുകളിലൊക്കെ കയറി അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ നല്ല ഹാപ്പിയിലാണ്. കുട്ടികളൊക്കെ കണ്ടില്ലേ, അവിടെ എല്ലാം വെള്ളച്ചാട്ടമാണ്. കണ്ടില്ലേ, ചെറിയ വെള്ളച്ചാട്ടം അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഒത്തിരി ആൾക്കാർ കണ്ടു കഴിഞ്ഞ് സൂവൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നു. നമ്മളൊക്കെ എപ്പോഴത്തേക്കും പോകുന്നതേ ഉള്ളൂ. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമുക്ക് അകത്തേക്ക് കയറി പോവാം. നല്ല വൃത്തിയായിട്ടാണ് അവിടെ പ്രദേശങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. വാനയും കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. നല്ല മുഴുവൻ നല്ല പച്ചപ്പാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ക്ലീനർമാരൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. എപ്പോഴും അവിടെ കടലാസോ കവറോ എന്തെങ്കിലും അങ്ങനെ ആരും വിടാറില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരത് ഉടനെ തന്നെ പറക്കി അവിടെ എല്ലാം വൃത്തിയാക്കി.
വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ എന്താണാവോ? ഇവിടെ എന്താന്ന് നമുക്ക് നോക്കാം. മയിലാട്ടോ, മയില് നോക്കിയേ, നല്ല വെള്ള മയില്. വെള്ള മയിലും ഉണ്ട്, നമ്മുടെ സാധാരണ മയിലും ഉണ്ട്. വെള്ള മയിലിനെ അങ്ങനെ അധികം കണ്ടിട്ടില്ലല്ലോ. അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ്, വെള്ള മയിലും സാധാരണ മയിലും. കുട്ടികൾക്കൊക്കെ ആയാലും ഭയങ്കര ആകാംക്ഷയല്ലേ ഇതിനെയൊക്കെ ഇങ്ങനെ കാണുന്നത്, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഉള്ള കുട്ടികൾക്ക്. നാട്ടിലൊക്കെ ആണെങ്കിൽ ശരി, അവർക്കൊന്ന് കാണാനെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു അവസരം കിട്ടുന്നത്. ഇവിടെയൊക്കെ പിള്ളേർക്കൊന്നും അതൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതുപോലെ സൂവിലൊക്കെ പോയെങ്കിലേ പറ്റും. കണ്ടില്ലേ, അവിടെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് ഇങ്ങനെ പാറി പറന്ന് വിശാലമായിട്ടുള്ള സൂവാണ് ഇവിടെ ശരിക്കും കുവൈറ്റ് ഒരുക്കിയിരിക്കുന്നത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നല്ല രീതിയിൽ അവിടെ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഫുട്പാത്ത് ഒക്കെ ഉണ്ട്. നല്ല പച്ചപ്പാണ് അല്ലേ. ഇതാ ഇവിടെ ഉണ്ടല്ലോ ഒരു വെള്ളമയിലും നമ്മുടെ സാധാരണ പുള്ളിമയിലും. അവർ തമ്മിൽ എന്തൊക്കെയോ വർത്താനങ്ങളാണ് തോന്നുന്നു. അവരുടെ വർത്താനം തീരുമെന്ന് തോന്നുന്നില്ല. അവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമുക്ക് പോകാം ഇനി അടുത്ത ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്. അടുത്ത ഒരാളും കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു മേൽക്കൂര പോലെയൊക്കെ അവരുണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അവർക്ക് ഇതുവരെയും കണ്ടു മതിയായിട്ടില്ല എന്ന് തോന്നുന്നു. അവർ പിന്നെയും കണ്ടുപിടിക്കും. എന്തായാലും എല്ലാവരും പോയി. അതെന്നാ ഗൗരി, നിനക്ക് ഇതുവരെയും കണ്ടു മതിയായില്ലേ? ആഹാ, നല്ല രസം. 2 മയിൽ, വെള്ള മയിൽ. എന്താ സൂപ്പറല്ലേ. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവരെല്ലാം അങ്ങ് ചെന്നു. അവിടെ എന്താണോ ആ ട്രെയിൻ കിടക്കുന്ന കണ്ടില്ലേ. ഇതിന് നമ്മൾ പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ നമ്മൾ ഈ സൂ മുഴുവനും അവർ കൊണ്ടുപോയി കാണിക്കും. പക്ഷേ അതിലിരുന്നല്ലേ നമുക്ക് കാണാൻ പറ്റും. ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഈ നടന്ന് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. നമുക്ക് നടന്ന് തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് നിന്ന് ഇതുപോലെ കണ്ടാൽ പോകാമല്ലോ, ഫോട്ടോ ഒക്കെ എടുത്ത്.